ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരിടമാണ് അടുക്കള. എന്നാൽ പലപ്പോഴും അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വലിയൊരു തലവേദനയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അടുക്കള എപ്പോഴും വളരെ എളുപ്പത്തിലും വൃത്തിയായും സൂക്ഷിക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ അതിലേറ്റവും ഫസ്റ്റ് വരുന്ന പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് പാചകം ചെയ്യുമ്പോൾ തന്നെ ക്ലീനിങ്. കറികൾ തിളയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ ഇടവേളകളിലോ ഉപയോഗിച്ച പാത്രങ്ങളും കത്തിയും ബോർഡും അപ്പോൾ തന്നെ കഴുകി വയ്ക്കുകയോ സിങ്കിൽ കൊണ്ടുപോയി ഇടുകയോ ചെയ്യുക. ഇത് പാചകം കഴിയുമ്പോൾ വലിയൊരു പാത്രക്കൂമ്പാരം ഉണ്ടാകുന്നത് ഒഴിവാക്കും. പിന്നെ രണ്ടാമത്തേതായിട്ട് വരുന്നത് സിങ്ക് എപ്പോഴും കാലിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടരുത്. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് സിങ്കിലെ മുഴുവൻ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കണം. സിങ്ക് നനവില്ലാതെ സൂക്ഷിക്കുന്നത് പ്രാണികളും ഈച്ചകളും വരുന്നത് തടയും. അതായത് ബാക്ടീരിയ തടയാൻ സാധിക്കും. മൂന്നാമത് വരുന്നത് കൗണ്ടർ ടോപ്പ് നന്നായി തുടയ്ക്കുക എന്നുള്ളതാണ്. പാചകം കഴിഞ്ഞ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും തുടച്ച് വൃത്തിയാക്കുക. എണ്ണമയവും കറകളും ഉണങ്ങി പിടിച്ചാൽ പിന്നീട് കളയാൻ വലിയ പാടാണ്. വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാൽ എണ്ണമയം എളുപ്പം പോകും. നാലാമത്തെ പോയിന്റ് വേസ്റ്റ് ബിൻ മാനേജ്മെൻ്റ് ആണ്. അടുക്കളയിലെ വേസ്റ്റ് ബിൻ ദിവസവും ഒഴിവാക്കണം. ജൈവമാലിന്യങ്ങൾ അഴുകി ദുർഗന്ധം വരാതിരിക്കാൻ ചെറിയ ബക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ വേസ്റ്റ് ബിൻ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം. ഇനി അടുത്തതായിട്ട് വരുന്നത് മിക്സിയും മറ്റു ഉപകരണങ്ങളും ഉടൻ തുടയ്ക്കുക എന്നുള്ളതാണ്. മിക്സി ഉപയോഗിച്ച ഉടൻ തന്നെ അതിൻ്റെ മോട്ടോർ ഭാഗം തുടച്ച് വൃത്തിയാക്കുക. അരച്ചെടുക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ച പാടുകൾ അപ്പോൾ തന്നെ കളഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് കറയായി മാറും. അതേപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാ ദിവസവും വൃത്തിയാക്കുക. പോയിന്റ് 6 എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കലുള്ള ആഴത്തിലുള്ള വൃത്തിയാക്കലാണ്. അതായത് ആഴ്ചയിലൊരിക്കൽ ഫ്രിഡ്ജ്, മസാലപ്പൊടികൾ സൂക്ഷിക്കുന്ന റാക്കുകൾ എന്നിവ ക്രമീകരിക്കുകയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടുക്കള വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആഴ്ചയിലൊരിക്കലുള്ള ഡീപ്പ് ക്ലീനിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.